ഞാൻ ഡ്രൈവർ ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ കോസ്റ്റ് കുറച്ചത്. സോ ഓവറോൾ നോക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കണമെന്നോ ഇതിന് ഇത്രേ ബഡ്ജറ്റ് ഉള്ളോന്ന് ഒരിക്കലും പ്രൊഡ്യൂസർ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഒരു ഐ ഡോണ്ട് നോ, ആസ് എ വൈഫ് മേ ബി നമുക്ക് ഉണ്ടാവുമല്ലോ ചെലവുകളെ കുറിച്ച് കൂടുതൽ ഒരു ടെൻഷൻ. അതുകൊണ്ട് ഞാൻ ഇത്ര മതി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പിശിക്കണത്, എടുത്തോളൂ, കുഴപ്പമില്ല. ഓരോ ദിവസം എക്സ്ട്രാ വരുമ്പോഴൊക്കെ അതൊന്നും പ്രശ്നമല്ല, റീഷൂട്ട് ചെയ്യണമെങ്കിൽ റീഷൂട്ട് ചെയ്യാം, ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അതിന്റെ കണക്കും ഒന്നും ചോദിച്ചിട്ടില്ല. അതെടുത്ത് പറയേണ്ടതാണ്, കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടുന്നതും നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാനെങ്ങനെ കണക്ക് ചോദിച്ചിട്ടുണ്ടെ പിന്നെ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? ഇതും ഞാൻ പഠിച്ചത് അച്ഛനിൽ നിന്നാണ്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു, അമ്മ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ജാഫർ ഇടുക്കിയുടെ ഒരു സപ്പോർട്ട്. അദ്ദേഹം ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞപ്പോ പോലും ഒരു തരത്തിലും പിന്നോട്ട് നിന്നില്ല. അത് ചേച്ചിയുടെ ഒരു പ്രൊജക്റ്റ് അല്ലേ, ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയല്ലേ ഞാൻ അതിൽ അഭിനയിക്കാം, അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സോ ഹിസ് സപ്പോർട്ട് വാസ് റിയലി വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആൻഡ് അതിലുള്ള ഇംപ്രൊവൈസേഷൻ, അത് ഉത്തരയുടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു ഇംപ്രൊവൈസേഷൻ ആയിരുന്നു. നമുക്ക് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ